പുനലൂർ ഭരണിക്കാവ് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ പുതിയതായി നിർമ്മിച്ച പടിപ്പുര ഗോപുരത്തിന്റെ സമർപ്പണ ചടങ്ങുകൾ നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ അജികുമാർ, ജി സുന്ദരേശൻ എന്നിവർ ചേർന്ന പടിപ്പുര സമർപ്പിച്ചു. നമ്മൾ വീട്ടിൽ നിന്നാൽ അതിനെല്ലാം അതിജീവിക്കാൻ നല്ല ഉപദേശസമിതിയാണെങ്കിൽ നമ്മുടെ കൈകളിലിരിക്കുന്ന പണം ചോർന്നു പോകുന്നില്ല എന്ന് ഭക്തർക്ക് തോന്നിയാൽ അവരെല്ലാം കയ്യിലേക്ക് പണം നമ്മൾ സഹായിക്കും. കാരണം ഈ വാരിക്കൂട്ടുന്നതെല്ലാം വീടെടുക്കുന്നതെല്ലാം അതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് നമ്മൾ എന്നുള്ള ചിന്തയാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. ഭോഗങ്ങളെല്ലാം ഗണപ്രഭാവത്തിന്റെ ദേവിയുടെ നിന്നും ആയുസ് കൊടുക്കണം എന്ന് പറയുന്നതുപോലെ ഇതെല്ലാം ചുറ്റുപഴുത്ത ഒരു ജലത്തിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ നയിച്ചാൽ അതിന്റെ ആയുസ് എവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ എത്രയോ ശരീരമാണ്, എത്രയോ നിമിഷമാണ് മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ടെല്ലാം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ദിനേശ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പുനലൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജയപ്രകാശ്, സബ് ഗ്രൂപ്പ് ഓഫീസർ വേണുഗോപാൽ, ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ആർ രതീഷ്, നഗരസഭ ഉപാധ്യക്ഷൻ ആർ രഞ്ജിത്ത്, ക്ഷേത്രം തന്ത്രി കൂക്കുളത്തുമഠത്തിൽ ബ്രഹ്മശ്രീ മാധവരി ശംഭുപോറ്റി, ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ ആർ അജിത് കുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിത്ത് കെ ശേഖർ, ഉപദേശക സമിതി അംഗങ്ങളായ ആർ രഞ്ജിത്ത, ആർ രാജീവ് കുമാർ, ബി ശ്രീമോൻ, ജെ അനു, സി സുരേഷ്, വി ഗോപകുമാർ, എസ് സുരേഷ് കുമാർ, ജി മനോജ് കുമാർ, അനൂപ് വിജയൻ, എം മധു, എച്ച് ഹർഷകുമാർ എന്നിവർ സംസാരിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന നടവഴി പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതോടെ ഇല്ലാതായിരുന്നു. തുടർന്നാണ് ദേവപ്രശ്ന വിധി പ്രകാരം ശ്രീകോവിലിന് മുന്നിൽ പുതിയ നടപ്പഴി നിർമ്മിക്കുവാൻ നിർദ്ദേശമുണ്ടായത്. ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയും സാമ്പത്തിക സഹായത്തോടെ 20 ലക്ഷം രൂപ മുടക്കിയാണ് നടവഴിയും ഗോപുരവും നിർമ്മിച്ചിരിക്കുന്നത്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.